ഈ ബൃഹത്തായ പ്രപഞ്ചത്തിലൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല. നിങ്ങളുടെ വിരലുകൾ എത്രയോ വീഡിയോകൾ തള്ളിനീക്കി വന്നിട്ടുണ്ടാകാം, എത്രയോ സന്ദേശങ്ങൾ കടന്നുപോയിട്ടുണ്ടാകാം. എന്നാൽ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ ശ്രദ്ധ ഈയൊരു പ്രത്യേക വീഡിയോയിൽ വന്നു നിന്നുവെങ്കിൽ അതിന് കാരണം നിങ്ങളല്ല. ഇന്ന് നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ഊർജ്ജം നിങ്ങളെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. 2026 ജൂലൈ 31 എന്ന ഈ ദിവസത്തിന്റെ തരംഗങ്ങൾ നിങ്ങൾക്കായി മാത്രം പ്രത്യേകം സംരക്ഷിച്ചുവെച്ച ഒരു രഹസ്യ സന്ദേശം പേറുന്നുണ്ട്. ഇത് യൂട്യൂബിൽ നിങ്ങൾ കണ്ടുകടന്നുപോകുന്ന മറ്റൊരു സാധാരണ വീഡിയോ അല്ല. ഇത് നിങ്ങൾക്കുള്ള വിളിയാണ്. ദയവുചെയ്ത് ഇത് ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യരുത്. ഒരുപക്ഷെ നിങ്ങളിത് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിനായി കാത്തിരിക്കുന്ന ഒരു മഹാതാക്കോൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം. കഴിഞ്ഞ കുറച്ചുകാലമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിചിത്രമായ കാരണം പറയാനാകാത്ത ശൂന്യത നിലനിൽക്കുന്നത് നിങ്ങൾ ആഴത്തിൽ അറിയുന്നുണ്ട്, അല്ലേ? പുറമേ കാണുന്നവർക്ക് നിങ്ങളുടെ ജീവിതം വളരെ സാധാരണവും ശാന്തവുമായി മുന്നോട്ടു പോകുന്നതായി തോന്നാം. എന്നാൽ ഉള്ളിന്റെയുള്ളിൽ ഏതോ ഒന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായി നിങ്ങളുടെ ആന്തരിക മനസ്സ് നിങ്ങളോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെ ഒരുതരം തളർച്ച നിങ്ങളെ പൊതിയുന്നു. ആരോടും സംസാരിക്കാൻ തോന്നാത്ത, ഒന്നിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരു വൈരുദ്ധ്യാത്മക മാനസികാവസ്ഥയിൽ നിങ്ങൾ പെട്ടുപോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന ആദ്യത്തെ വ്യക്തത ഇതാണ്: നിങ്ങൾ ഒരു രോഗത്തിലും പെട്ടിട്ടില്ല, ഒരു മാനസിക സമ്മർദ്ദത്തിലുമല്ല, മറിച്ച് നിങ്ങളൊരു വലിയ ആത്മീയ ഉണർവിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പല മാസങ്ങളായി, ചിലപ്പോൾ വർഷങ്ങളായി നിങ്ങൾ ഒരു പരിഹാരത്തിനായും ഒരു ചെറിയ വെളിച്ചത്തിനായും കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് എന്റെ സമയം മാറുക? എപ്പോഴാണ് ഈ തുടർച്ചയായ ഇരുട്ട് എന്നെ വിട്ടുപോവുക എന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഒടുങ്ങാതെ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ചുറ്റുമുള്ള മനുഷ്യർ തങ്ങൾക്കറിയാവുന്ന ഉപരിപ്ലവമായ ആശ്വാസവാക്കുകൾ നിങ്ങളോട് പറഞ്ഞ് കടന്നുപോയിട്ടുണ്ടാകാം. എല്ലാം ശരിയാകും, കുറച്ച് ക്ഷമിക്കൂ എന്ന് അവർ വളരെ സാധാരണമായി പറയുന്ന വാക്കുകൾ നിങ്ങളുടെ കാതുകളിൽ പതിച്ചാലും അവ നിങ്ങളുടെ മുറിവുകളിൽ ഒരു മരുന്നും പുരട്ടിയില്ല. കാരണം നിങ്ങളുടെ ആത്മാവ് ഉള്ളിലനുഭവിക്കുന്ന ആ ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്ന് അവർക്ക് ആർക്കും അറിയില്ല. ആരും നിങ്ങളോട് പറയാത്ത, അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വലിയ സത്യം ഇന്ന് നിങ്ങൾക്കായി പുറത്തുവരാൻ പോകുന്നു. നിങ്ങൾ ഇതുവരെ ആഴത്തിൽ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും, ജീവനായി കരുതിയ പല മനുഷ്യരും, നിങ്ങൾ കെട്ടിപ്പടുത്ത പല സ്വപ്നങ്ങളും കേവലം മായ മാത്രമാണ്, ഒരു മരീചിക മാത്രമാണ് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ പതുക്കെ അതിന്റെ തിരശീല മാറ്റാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വൈകലിനു പിന്നിലും, ഓരോ നിരസിക്കലിനു പിന്നിലും ഒരു ബൃഹത്തായ പ്രപഞ്ച പദ്ധതി വളരെ സൂക്ഷ്മമായി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് നിങ്ങൾ ഇതുവരെ പൂർണ്ണമായി അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അല്പം ശാന്തമായിരുന്ന് നിങ്ങളുടെ ചുറ്റും അടുത്തിടെ നടന്ന സംഭവങ്ങളെ ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിക്കൂ. നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത്, അവർ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നിങ്ങളിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടാകും. ഇത് തീർച്ചയായും നടക്കും, ഇതാണ് എന്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം എന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച ഒരു കാര്യം കയ്യെത്തുന്ന ദൂരത്ത് വന്ന് അവസാന നിമിഷത്തിൽ നൂലിഴയ്ക്ക് കൈവിട്ടുപോയിട്ടുണ്ടാകും. ഇതൊക്കെ കണ്ട് എനിക്ക് മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, എന്നിൽ എന്തു കുറവാണുള്ളത് എന്ന് ചിന്തിച്ച് പല രാത്രികളിലും നിങ്ങൾ ഉറക്കം കളഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അത് നിങ്ങളുടെ ദുരനുഭവമല്ല. നിങ്ങളെ ചുറ്റി മെനഞ്ഞ ആ തടസ്സങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്കായി പണിതുയർത്തിയ ഇരുമ്പ് കവചങ്ങളാണ് എന്നത് നിങ്ങൾക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് തടസ്സമായി നിന്ന, നിങ്ങളുടെ ഭാവി യാത്രയ്ക്ക് ഒട്ടും ചേരാത്ത കാര്യങ്ങളെ പ്രപഞ്ചം ഒന്നൊന്നായി നിങ്ങളുടെ പാതയിൽ നിന്ന് വളരെ കഠിനമായി നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തുടക്കത്തിൽ നിങ്ങൾക്ക് താങ്ങാനാകാത്ത വേദന നൽകിയേക്കാം. ഒരു വലിയ മരത്തെ അതിന്റെ ആണിവേരോടെ പിഴുതെടുത്ത് മറ്റൊരു പുതിയ സ്ഥലത്ത് നഡ്ഗെറ്റ് ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ ആ മരത്തിനുണ്ടാകുന്ന അതേ വേദനയും ആഘാതവുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും അനുഭവിക്കുന്നത്. നിങ്ങൾ ശീലിച്ച സുഖകരമായ സ്ഥലത്തുനിന്നും മനുഷ്യരിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായി വേർപെടുത്തി നിങ്ങൾക്കുള്ള യഥാർത്ഥ സിംഹാസനത്തിൽ നിങ്ങളെ ഇരുത്താൻ പ്രപഞ്ചം ഒരു കടുത്ത തീരുമാനമെടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വേദന, അതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നിങ്ങൾക്കുള്ളിൽ വളരെ വ്യത്യസ്തമായൊരു ആന്തരിക വികാരം പ്രവർത്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി തന്നെ ഒരു ചെറിയ മുന്നറിയിപ്പ് മണിമുഴങ്ങും. ആരെങ്കിലും നിങ്ങളോട് കള്ളം പറയുകയോ വ്യാജമായി പെരുമാറുകയോ ചെയ്താൽ അടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സ് അത് കൃത്യമായി കണ്ടുപിടിക്കുന്നു. ഇത് നിങ്ങൾ വിചാരിക്കുന്നതുപോലെ വെറും സംശയമല്ല. ഇത് നിങ്ങളുടെ ആത്മാവ് പൂർണ്ണമായി ഉണരുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ആദ്യ ലക്ഷണമാണ്. ചിലപ്പോൾ അർദ്ധരാത്രിയിൽ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് ഉണർവ് വന്നേക്കാം.
ആ ഇരുട്ടിൽ തലച്ചോറിനുള്ളിൽ ഏതേതോ ചിന്തകളും കഴിഞ്ഞകാലത്തിന്റെ നിഴലുകളും ഓടിയേക്കാം. ഞാൻ ആരാണ്? എന്റെ ജീവിതം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? എന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? എന്ന വലിയ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉറക്കത്തെ പൂർണ്ണമായി കെടുത്താം. രാവിലെ എഴുന്നേറ്റ് ജോലിക്കു പോയി തിരികെ വരുന്ന ഒരു സാധാരണ യന്ത്രസമാനമായ ജീവിതം ജീവിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചതെന്ന് നിങ്ങളുടെ ആന്തരിക മനസ്സ് ഉറക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഇതിനെല്ലാം കാരണം. നിങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ബൃഹത്തായ ശക്തിയെ ഉണർത്താനാണ് ഈ അർദ്ധരാത്രി ഉണർവുകൾ സംഭവിക്കുന്നത്. ആരും ഇതുവരെ നിങ്ങളോട് പറയാത്ത ആ വലിയ രഹസ്യമെന്താണെന്നറിയാമോ? നിങ്ങൾ എന്തിനെ തേടിയാണോ ഇത്രയും വർഷങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ കാര്യം നിങ്ങളെക്കാൾ പല മടങ്ങ് വേഗത്തിൽ നിങ്ങളുടെ നേർക്ക് ഓടിവന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങളത് പൂർണ്ണമായി സ്വീകരിക്കാനുള്ള പക്വതയിലും മാനസികാവസ്ഥയിലും ഇപ്പോഴും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ രണ്ടു കൈകളിലും കഴിഞ്ഞകാലത്തിന്റെ ചവറുകളും കൈപ്പേറിയ ഓർമ്മകളും നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആ ചവറുകൾ താഴെയിട്ടാൽ മാത്രമേ പ്രപഞ്ചം നിങ്ങൾക്കായി കരുതിവച്ചിരിക്കുന്ന പുതിയ സമ്മാനങ്ങൾ കൈനീട്ടി വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കൂ. ഇവിടെ ഒരു മിനിറ്റ് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി ശാന്തമാക്കൂ. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളും നിങ്ങളുടെ തലച്ചോറിലെ ആശയക്കുഴപ്പങ്ങളും മറന്ന് നിങ്ങളുടെ ഉള്ളിലെ ചെറിയ ശബ്ദം മാത്രം ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങൾ ഇതുവരെ നേരിട്ട ഓരോ പരാജയവും നിങ്ങളെ തകർക്കാനുണ്ടാക്കിയതല്ല. അവയെല്ലാം നിങ്ങളെ ഒരു പ്രത്യേക ദിശയിലേക്ക് നിർബന്ധപൂർവം തിരിച്ചുവിടാൻ ശ്രദ്ധയോടെ നെയ്ത വലകളാണ്. നിങ്ങൾ പോകേണ്ടിയിരുന്ന യഥാർത്ഥ പാത വേറൊന്നായിരുന്നു. എന്നാൽ നിങ്ങൾ പിടിവാശിയോടെ തെറ്റായ മറ്റൊരു പാതയിൽ സഞ്ചരിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന് വേറെ വഴിയില്ലാതെ നിങ്ങളെ തെന്നി വീഴ്ത്തി തടഞ്ഞു നിർത്തേണ്ടി വന്നത്. ആ തടസ്സങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ കുറുകെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ രീതിയിൽ ചിന്തിക്കാനും വേദനകൾ താങ്ങാനും കഴിയുന്ന ഒരു പക്വതയുള്ള മനുഷ്യനായി നിങ്ങൾ മാറുമായിരുന്നില്ല. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവർ എന്ന് നിങ്ങൾ ജീവൻ നൽകി സ്നേഹിച്ചവർ നിങ്ങളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്ന് കണ്ട് നിങ്ങൾ അമ്പരന്നു പോയിട്ടുണ്ടാകാം. ഇത് നിങ്ങളെ വീണ്ടും വേദനിപ്പിക്കാനല്ല സംഭവിച്ചത്, മറിച്ച് ആർക്കായി ഇനി നിങ്ങളുടെ പൊന്നുപോലുള്ള സമയവും ശുദ്ധമായ സ്നേഹവും വീഴാക്കരുത് എന്ന് വ്യക്തമായി കാണിച്ചുതരാനാണ്. നിങ്ങളുടെ ഊർജ്ജം ഊറ്റിയെടുക്കുന്ന മനുഷ്യരിൽ നിന്ന് നിങ്ങളെ എന്നേക്കുമായി മോചിപ്പിക്കുന്ന ഒരു വലിയ ആത്മീയ ശുദ്ധീകരണ ജോലിയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ആഴത്തിലുള്ള ഒറ്റപ്പെടൽ നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയല്ല, അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ ഒരു സുരക്ഷിതമായ ഒറ്റപ്പെടുത്തലാണ്. തികച്ചും പുതിയ കാര്യങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ ആവശ്യമായ ഒരു വലിയ സ്ഥലമുണ്ടാക്കാനാണ് ഈ ശൂന്യത ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചത്. നിങ്ങൾക്ക് ശാശ്വതമായി നഷ്ടപ്പെട്ടുവെന്ന് കരുതി ദിവസവും വിഷമിക്കുന്ന ഒന്ന് യഥാർത്ഥത്തിൽ നിങ്ങളെ വിട്ടുപോയിട്ടില്ല. അത് മറ്റൊരു രൂപത്തിൽ മറ്റൊരു മാനത്തിൽ പലമടങ്ങ് ശക്തിയോടെ നിങ്ങൾക്കായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു പ്രത്യേക കാര്യത്തിനായി അല്ലെങ്കിൽ ഒരു വ്യക്തിക്കായി കഠിനമായി പോരാടി. എന്നാൽ അതിനുള്ള ഒരു ഫലവും അംഗീകാരവും നിങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് കരുതി നിങ്ങൾ മനംനൊന്ത് ശാന്തനായി. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ കണക്കുപുസ്തകത്തിൽ നിങ്ങളുടെ അധ്വാനത്തിന്റെ രേഖ മായ്ക്കാൻ കഴിയാത്ത അക്ഷരങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള പലിശയും വലിയ വരദാനവും പ്രപഞ്ചം നൽകാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പെട്ടെന്നുള്ള മാറ്റങ്ങളും വികാര പോരാട്ടങ്ങളും നിങ്ങളുടെ കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ വിവരിക്കാൻ കഴിയില്ല. അവർ നിങ്ങളെ ഒരു വിചിത്ര മനുഷ്യനായി കണ്ടേക്കാം. എന്നാൽ ഒരു ശലഭം ഇരുണ്ട കൂട്ടിനുള്ളിൽ നിന്ന് ചിറകുവിരിച്ചു പുറത്തുവരുമ്പോൾ അത് മുമ്പ് ഇഴഞ്ഞു നീങ്ങിയതുപോലെ ഇനിയാകാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലാകില്ല. നിങ്ങളിപ്പോൾ ആ ശലഭമായി രൂപാന്തരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ഘട്ടത്തിലാണ്. നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന ഒരു സാധാരണ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെത്തന്നെ തലകീഴായി മാറ്റാൻ പോകുന്നു. ഇത് നിങ്ങളുടെ വിധിയെ തിരുത്തിയെഴുതുന്ന കരാർ ഒപ്പിടുന്ന സമയമാണ്. നിങ്ങളിപ്പോൾ നേടിയിരിക്കുന്ന ഈ മനഃശാന്തിയും പോസിറ്റീവ് ഊർജ്ജവും വളരെ വിലമതിപ്പുള്ളതാണ്. അതിനാൽ വീണ്ടും പഴയ ശീലങ്ങളിലേക്കോ നിങ്ങളെ എപ്പോഴും ഇടുങ്ങിയ വട്ടത്തിനുള്ളിൽ തടഞ്ഞു നിർത്തിയിരുന്ന പഴയ ബന്ധങ്ങളിലേക്കോ അബദ്ധത്തിൽ പോലും തിരികെ പോകരുത്. നിങ്ങൾ കടന്നുവന്ന ഇരുണ്ട പാതയുടെ വാതിലുകൾ ഇപ്പോൾ എന്നേക്കുമായി അടഞ്ഞുപോയി. ഇനിവരുന്ന കാലങ്ങളിൽ നിങ്ങളുടെ ആന്തരിക മനസ്സ് നൽകുന്ന ചെറിയ ചെറിയ മുന്നറിയിപ്പുകൾ ഒരിക്കലും അവഗണിക്കരുത്. ഒരു വ്യക്തിയെ കാണുമ്പോഴോ ഒരു സാഹചര്യം ശ്രദ്ധിക്കുമ്പോഴോ നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് ഇവിടെ എന്തോ ശരിയല്ല എന്ന് മെല്ലെ പറഞ്ഞാൽ അത് പൂർണ്ണമായി വിശ്വസിക്കൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരവും അർത്ഥവത്തുമായ ഒരു പുതിയ അധ്യായം ഇന്ന് ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ എന്തിനേയും തേടി ഓടേണ്ടതില്ല, കാരണം നിങ്ങൾ തേടുന്ന ശാന്തിയും വ്യക്തതയും നിങ്ങളുടെ കൈക്കുള്ളിൽ സുരക്ഷിതമായി എത്തിക്കഴിഞ്ഞു.
തീർച്ചയായും. ആ സന്ദേശത്തിന്റെ തുടർച്ചയും അവസാന ഭാഗവും താഴെ നൽകുന്നു. ഇത്രയും കാലം കണ്ണീരോടെ നിങ്ങൾ വിതച്ച അത്രയും നല്ല പ്രവൃത്തികൾ ഇപ്പോൾ വലിയ വൃക്ഷമായി വളർന്ന് നിങ്ങൾക്കുതന്നെ തണൽ തരാൻ കാത്തിരിക്കുകയാണ്. പ്രകൃതിയുടെ ഈ മഹാചക്രത്തിൽ നിങ്ങളിപ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് യാതൊരുവിധ അസ്വസ്ഥതകളുമില്ലാതെ പൂർണ്ണമായ സംതൃപ്തിയോടെ അമർന്നിരിക്കുകയാണ്. ഈ നിമിഷത്തിന്റെ വിശുദ്ധിയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ പുതിയ ജീവിതത്തെ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യാൻ തയ്യാറാകൂ. നിങ്ങൾക്കായി മാത്രം നീക്കിവെച്ച ഈ രഹസ്യയാത്ര നിങ്ങളെ ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ പുതിയ ഊർജ്ജത്തെയും ഈ മഹാസത്യത്തെയും നിങ്ങൾക്ക് ഉള്ളിൽ ആഴത്തിൽ പതിപ്പിക്കാൻ മനസ്സിന്റെ പോസിറ്റീവ് മാറ്റങ്ങളെ ഉൾക്കൊള്ളുക. ഇതുപോലുള്ള നിങ്ങളുടെ ആത്മാവിനെ തട്ടിയുണർത്തുന്ന സന്ദേശങ്ങൾ നിങ്ങളെ തേടി തുടർച്ചയായി എത്തിച്ചേരും. ഇന്ന് ഈ നിമിഷത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ ഭാരമുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഒരു നിമിഷം ശാന്തമായി ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളും നിങ്ങളെ തനിച്ചാക്കി കടന്നുപോയ മനുഷ്യരും കയ്യെത്തും ദൂരത്ത് വെച്ച് നഷ്ടപ്പെട്ടുപോയ അവസരങ്ങളും വെറുമൊരു നിരാശയായി മാത്രം കാണരുത്. കാരണം ഈ പ്രപഞ്ചം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ അനുഭവിച്ച ഓരോ കണ്ണീർത്തുള്ളിക്കും, ആരും കാണാതെ നിങ്ങൾ സഹിച്ച ഓരോ വേദനയ്ക്കും കൃത്യമായൊരു കണക്ക് പ്രപഞ്ചത്തിന്റെ ഘാതകത്തിലുണ്ട്. നിങ്ങളെ തളർത്താൻ വന്ന തടസ്സങ്ങളൊക്കെയും നിങ്ങളുടെ ചിറകുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടിയുള്ള പരിശീലനങ്ങൾ മാത്രമായിരുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും നിങ്ങൾക്കായി കരുതിവച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിന്റെ തുടക്കം മാത്രമാണ്. ഇരുട്ട് എത്ര കനത്തതാണെങ്കിലും അതിനൊടുവിൽ ഒരു പുലരിയുണ്ടെന്നത് പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞകാലത്തിലെ ചവറുകളും കൈപേറിയ ഓർമ്മകളും ഇന്ന് ഈ നിമിഷത്തിൽ മനസ്സിൽ നിന്ന് തൂത്തെറിയൂ. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്, പുതിയൊരു ഉണർവിന് തയ്യാറായിക്കഴിഞ്ഞു. ഭയവും ആശങ്കയും മാറ്റിവെച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ അപാരമായ ശക്തിയെ തിരിച്ചറിയൂ. നിങ്ങൾ കാത്തിരിക്കുന്ന ആ സമാധാനവും ജയവും സന്തോഷവും തിരികെ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തുന്ന ആ മനോഹരമായ ദിനങ്ങൾ വളരെ അടുത്തുകഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് പുഞ്ചിരിയോടെ ചുവടുവെക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറാകൂ. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ നിങ്ങളെ ഉപേക്ഷിച്ചു പോയവരെ ഓർത്ത് ഇനി ഒരു തുള്ളി കണ്ണീർ പോലും നിങ്ങൾ പൊഴിക്കരുത്. നിങ്ങളെ തളർത്താനും താഴേക്ക് വലിച്ചിടാനും ശ്രമിച്ചവർക്ക് മുൻപിൽ വാശിയോടെയല്ല, മറിച്ച് നിങ്ങളുടെ വിജയവും ശാന്തതയും കൊണ്ടാണ് നിങ്ങൾ മറുപടി നൽകേണ്ടത്. ചില വാതിലുകൾ നനച്ചിരിക്കാതെ അടഞ്ഞുപോയത് നിങ്ങളെക്കാൾ വലിയൊരു രാജകൊട്ടാരത്തിന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നുതരാനാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ മനസ്സിനുള്ളിലെ ഭയത്തിന്റെ ആ ചെറിയ ശബ്ദത്തെയല്ല, മറിച്ച് നിനക്ക് സാധിക്കും എന്ന് ഉറക്കെ പറയുന്ന നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തിന്റെ ശബ്ദത്തെയാണ് ഇന്നു മുതൽ നിങ്ങൾ കേൾക്കേണ്ടത്. വിധിയെ പഴിച്ച് പിന്തിരിയുന്നവനല്ല യഥാർത്ഥ പോരാളി, മറിച്ച് വീണിടത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വന്തം പാത താൻ തന്നെ വെട്ടിത്തെളിക്കുന്നവനാണ്. പ്രപഞ്ചത്തിന്റെ അളവറ്റ ഊർജ്ജം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിതച്ച നന്മകളും കഠിനാധ്വാനവും ഒരുനാളും വൃഥാവിലാകില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, വിജയകരമായ അധ്യായം എഴുതിച്ചേർക്കാൻ ഇനി അധികകാലം കാത്തിരിക്കേണ്ടതില്ല. പൂർണ്ണ മനസ്സോടെ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അടിയുറച്ച ആത്മവിശ്വാസത്തോടെ ധൈര്യമായി മുന്നേറൂ. പ്രപഞ്ചത്തിന്റെ മഹാരഹസ്യവും നിങ്ങളിലെ പുതിയ ഉണർവും. ഇന്ന് ഈ നിമിഷത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ ഭാരമുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഒരു നിമിഷം ശാന്തമായി ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളും നിങ്ങളെ തനിച്ചാക്കി കടന്നുപോയ മനുഷ്യരും കയ്യെത്തും ദൂരത്ത് വെച്ച് നഷ്ടപ്പെട്ടുപോയ അവസരങ്ങളും വെറുമൊരു നിരാശയായി മാത്രം കാണരുത്. കാരണം ഈ പ്രപഞ്ചം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ അനുഭവിച്ച ഓരോ കണ്ണീർത്തുള്ളിക്കും, ആരും കാണാതെ നിങ്ങൾ സഹിച്ച ഓരോ വേദനയ്ക്കും കൃത്യമായ ഒരു കണക്ക് പ്രപഞ്ചത്തിന്റെ കണക്കുപുസ്തകത്തിലുണ്ട്. നിങ്ങളെ തളർത്താൻ വന്ന തടസ്സങ്ങളൊക്കെയും നിങ്ങളുടെ ചിറകുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടിയുള്ള പരിശീലനങ്ങൾ മാത്രമായിരുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും നിങ്ങൾക്കായി കരുതിവച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിന്റെ തുടക്കം മാത്രമാണ്. ഇരുട്ടെത്ര കനത്തതാണെങ്കിലും അതിനൊടുവിൽ ഒരു പുലരിയുണ്ടെന്നത് പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞകാലത്തിലെ ചവറുകളും കൈപേറിയ ഓർമ്മകളും ഇന്ന് ഈ നിമിഷത്തിൽ മനസ്സിൽ നിന്ന് തൂത്തെറിയൂ. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്, പുതിയൊരു ഉണർവിന് തയ്യാറായിക്കഴിഞ്ഞു. ഭയവും ആശങ്കയും മാറ്റിവെച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ അപാരമായ ശക്തിയെ തിരിച്ചറിയൂ. നിങ്ങൾ കാത്തിരിക്കുന്ന ആ സമാധാനവും ജയവും സന്തോഷവും തിരികെ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തുന്ന ആ മനോഹരമായ ദിനങ്ങൾ വളരെ അടുത്തുകഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് പുഞ്ചിരിയോടെ ചുവടുവയ്ക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറാകൂ. ഓർക്കുക, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ നിങ്ങളെ ഉപേക്ഷിച്ചു പോയവരെ ഓർത്ത്
ഇനി ഒരു തുള്ളി കണ്ണീർ പോലും നിങ്ങൾ പൊഴിക്കരുത്. നിങ്ങളെ തളർത്താനും താഴേക്ക് വലിച്ചിടാനും ശ്രമിച്ചവർക്ക് മുൻപിൽ വാശിയോടെയല്ല, മറിച്ച് നിങ്ങളുടെ വിജയവും ശാന്തതയും കൊണ്ടാണ് നിങ്ങൾ മറുപടി നൽകേണ്ടത്. ചില വാതിലുകൾ നനച്ചിരിക്കാതെ അടഞ്ഞുപോയത് നിങ്ങളെക്കാൾ വലിയൊരു രാജകൊട്ടാരത്തിന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നുതരാനാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ മനസ്സിനുള്ളിലെ ഭയത്തിന്റെ ആ ചെറിയ ശബ്ദത്തെയല്ല, മറിച്ച് നിനക്ക് സാധിക്കും എന്ന് ഉറക്കെ പറയുന്ന നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തിന്റെ ശബ്ദത്തെയാണ് ഇന്നു മുതൽ നിങ്ങൾ കേൾക്കേണ്ടത്. വിധിയെ പഴിച്ചു പിന്തിരിയുന്നവനല്ല യഥാർത്ഥ പോരാളി, മറിച്ച് വീണിടത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വന്തം പാത താൻ തന്നെ വെട്ടിത്തെളിക്കുന്നവനാണ്. പ്രപഞ്ചത്തിന്റെ അളവറ്റ ഊർജം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിതച്ച നന്മകളും കഠിനാധ്വാനവും ഒരുനാളും വെറുതെയാകില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വിജയകരമായ അധ്യായം എഴുതിച്ചേർക്കാൻ ഇനി അധികകാലം കാത്തിരിക്കേണ്ടതില്ല. പൂർണ്ണ മനസ്സോടെ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അടിയുറച്ച ആത്മവിശ്വാസത്തോടെ ധൈര്യമായി മുന്നേറൂ. ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തു വിചാരിക്കുന്നു എന്നത് നിങ്ങളുടെ വിഷയമല്ല. അവരുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും അവരുടെ മാത്രം പരിമിതികളാണ്. എന്നാൽ നിങ്ങളുടെ ചിന്തകൾ അതിരുകളില്ലാത്ത ഈ പ്രപഞ്ചത്തോളം വിശാലമാണ്. തളർന്നു വീഴുമ്പോൾ ചുറ്റുമുള്ളവരെ നോക്കാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കണ്ണുകൾ തുറക്കൂ. അവിടെ ഒരു അഗ്നിജ്വാല കത്തുന്നുണ്ട്. അതിനെ അണയ്ക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില ആളുകൾ പൊടുന്നനെ അകന്നുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അത് നിങ്ങളുടെ പോരായ്മ കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ പുതിയ ഊർജ്ജസ്വലമായ തരംഗങ്ങളുമായി ഒത്തുപോകാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. പ്രതികൂല ഊർജം നിറയ്ക്കുന്ന മനുഷ്യരെ പ്രപഞ്ചം സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. അത് നിങ്ങളുടെ നല്ലതിനാണ്, നിങ്ങളുടെ സമാധാനത്തിനാണ്. ഒരു വൃക്ഷം അതിന്റെ പഴകിയ ഇലകൾ കൊഴിച്ചിടുന്നത് പുതിയ തളിരിലകൾക്കു വേണ്ടിയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും പഴയ കാര്യങ്ങൾ കൊഴിഞ്ഞുപോകുമ്പോൾ ഭയപ്പെടരുത്. അത് പുതിയൊരു വസന്തത്തിന്റെ തുടക്കമാണ്. നിങ്ങളുടെ നല്ല മനസ്സും ശുദ്ധമായ ചിന്തകളുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ധനം. നിങ്ങളെ വിഷമിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ നിങ്ങളുടെ സമയം കളയരുത്. കാരണം പ്രപഞ്ചത്തിന് അതിന്റേതായ കർമ്മനിയമങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആരോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു തെളിഞ്ഞ നീരുറവ പോലെ പരിശുദ്ധമാകും. നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ആഴത്തിലുള്ള മനസ്സിനുള്ളിലേക്ക് നൽകുന്ന ചിന്തകൾ ഏതാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഭയവും ആശങ്കയുമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാളത്തെ ദിവസവും അതിനനുസരിച്ചാകും. എന്നാൽ അവിടെ സമാധാനവും ജയവും നന്ദിയുമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറാൻ തുടങ്ങും. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും മനോഹരമായ ഒന്നാണ് എന്ന് സ്വയം പറയുക. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വലിയ മന്ത്രശക്തിയുണ്ട്. നിങ്ങൾ എന്ത് വായ തുറന്ന് സംസാരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രപഞ്ചം തരാൻ തയ്യാറാണ്, പക്ഷേ അത് ഉൾക്കൊള്ളാനുള്ള പക്വത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പരാതികൾ പറയുന്നത് അവസാനിപ്പിച്ച് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദിയുള്ളവരാകുക. നന്ദിയുള്ള മനസ്സാണ് കൂടുതൽ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നത്. നിങ്ങളുടെ വഴിയിൽ വരുന്ന കല്ലുകളും തടസ്സങ്ങളും കണ്ടുമടുക്കരുത്. ശില്പിപ്പാറയിൽ കൊത്തുമ്പോഴാണ് അതിലൊരു മനോഹരമായ വിഗ്രഹം പിറവിയെടുക്കുന്നത്. അതുപോലെ പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളിലെ യഥാർത്ഥ പ്രതിഭയെ ലോകത്തിനു മുന്നിൽ കാണിച്ചു തരാനാണ്. ധൈര്യത്തോടിരിക്കുക. ഒരു കാറ്റിലും ഉലയാത്ത ഉറച്ച മനസ്സോടെ ഓരോ ദിവസവും അഭിമുഖീകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതാണോ അത്രയും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടിവരും. എന്നാൽ ഓർക്കുക, ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ കഴിഞ്ഞാണ് ഏറ്റവും വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത്. വിജയം എന്നത് ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല, അത് ദിവസേനയുള്ള ചെറിയ ചെറിയ പരിശ്രമങ്ങളുടെ ആകത്തുകയാണ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയൊരു നല്ല തീരുമാനം നാളെ നിങ്ങളുടെ വിധിയെത്തന്നെ മാറ്റിയെഴുതിയേക്കാം. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഒന്നു നോക്കൂ. ഒരു വലിയ സമാധാനം നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നത് നിങ്ങൾക്കനുഭവപ്പെടാം. കഴിഞ്ഞ കാലത്തെ അനാവശ്യ ഭാരങ്ങളെല്ലാം നിങ്ങളിപ്പോൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളൊരു പുതിയ മനുഷ്യനാണ്. കൂടുതൽ കരുത്തുള്ള, കൂടുതൽ സമാധാനമുള്ള, വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു പുതിയ വ്യക്തിത്വം. നിങ്ങളുടെ വിജയം ഉറപ്പാണ്. പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഈ പുതിയ യാത്രയിൽ ഒരിക്കലും പിന്നോട്ടു നോക്കരുത്. എന്നും പുഞ്ചിരിയോടെ, സച്ചിന്തകളോടെ, ആത്മവിശ്വാസത്തോടെ മുന്നേറുക. ഈ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല എന്നെപ്പോഴും ഓർക്കുക. കാഴ്ചയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നാമെങ്കിലും
പ്രപഞ്ചത്തിന്റെ അഭൗമമായ ശക്തികളും പ്രകാശവും എപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളെ വഴി നടത്താനും കാത്തുസൂക്ഷിക്കാനും ആ ശക്തികൾ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതം ഒരു നദി പോലെയാണ്. തടസ്സങ്ങൾ കാണുമ്പോൾ അത് നിൽക്കുന്നില്ല, മറിച്ച് തടസ്സങ്ങളെ ചുറ്റിപ്പറ്റി സ്വന്തം വഴി വെട്ടിത്തെളിച്ച് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അതുപോലെ നിങ്ങളും മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. മനസ്സിൽ പ്രതികൂല ചിന്തകൾ വരുമ്പോൾ അവയെ ചെറുത്തുതോൽപ്പിക്കാൻ ശ്രമിക്കരുത്, മറിച്ച് നല്ല ചിന്തകൾ കൊണ്ട് അവയെ മാറ്റിസ്ഥാപിക്കുക. നിങ്ങൾ സ്നേഹവും സമാധാനവും വിതയ്ക്കുമ്പോൾ പ്രപഞ്ചമത് 1000 മടങ്ങായി നിങ്ങൾക്ക് തിരികെ നൽകും. മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ ജീവിതത്തിൽ ചെറിയൊരു വെളിച്ചമാകാനും നിങ്ങൾക്ക് സാധിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറും. പലപ്പോഴും ഭാവിയോർത്ത് ഭയപ്പെടുന്നതാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത്. നാളെയെക്കുറിച്ചുള്ള ഭയം മാറ്റിവെച്ച് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഈ നിമിഷമാണ് ഏറ്റവും വലിയ സത്യം. ഈ നിമിഷത്തെ സ്നേഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വീകരിക്കുമ്പോൾ നാളെ എന്നത് താനേ മനോഹരമായി മാറിക്കൊള്ളും. മനസ്സിലെപ്പോഴും ഒരു ലക്ഷ്യം ഉറപ്പിച്ചു നിർത്തുക. കാറ്റിൽ അലയുന്ന ഇലയെപ്പോലെയാകരുത് നിങ്ങളുടെ മനസ്സ്. എത്ര വലിയ കൊടുങ്കാറ്റുകൾ വന്നാലും ആഴത്തിൽ വേരോടിയ ഒരു വടവൃക്ഷത്തെപ്പോലെ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ എത്ര സമയമെടുത്താലും അതിനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. തോൽവികൾ വിജയിക്കാനുള്ള വഴികളിലെ അടയാളങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് മുൻപത്തേക്കാൾ കൂടുതൽ തെളിഞ്ഞതും ശക്തവുമായത് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളുടെ ഉത്കണ്ഠകളും ഭയങ്ങളും ഇപ്പോൾ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകളിൽ പുതിയൊരു പ്രകാശം നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ പ്രകാശം നിങ്ങളെ മാത്രം തെളിയിക്കുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളിലൂടെ ചുറ്റുമുള്ളവർക്കും വഴികാട്ടിയാകുന്ന ഒന്നാണ്. പ്രപഞ്ചത്തിന്റെ ഈ അത്ഭുതകരമായ പ്രവാഹത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. നിങ്ങൾക്ക് അർഹമായതെല്ലാം ഏറ്റവും അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. ഈ യാത്രയിൽ നിങ്ങൾ തികച്ചും സുരക്ഷിതരാണ്. സമാധാനത്തോടും ശാന്തതയോടും കൂടെ നിങ്ങളുടെ ഓരോ ദിവസവും സ്വാഗതം ചെയ്യുക. മനസ്സിൽ എപ്പോഴും ശാന്തത നിലനിർത്തുക എന്നത് ഒരു കലയാണ്. ചുറ്റും എന്തൊക്കെ ബഹളങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും നിങ്ങളുടെ ആന്തരിക ലോകത്തെ അത് ബാധിക്കാൻ അനുവദിക്കരുത്. കടലിന്റെ ഉപരിതലത്തിൽ വൻ തിരമാലകൾ അടിച്ചുയരുമ്പോഴും അതിന്റെ ആഴങ്ങളിൽ അതിരറ്റ ശാന്തത നിലനിൽക്കുന്നതുപോലെ നിങ്ങളുടെ ഉള്ളിലും ആ സമാധാനം എപ്പോഴും ഉണ്ടാകണം. ബാഹ്യമായ സാഹചര്യങ്ങൾ മാറുന്നത് കാത്തുനിൽക്കാതെ ഉള്ളിലെ ശാന്തതയിലൂടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ലോകം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. സ്വന്തം കുറവുകളെയും തെറ്റുകളെയും അംഗീകരിക്കുക, സ്വയം മാപ്പു നൽകുക. മുൻപ് ചെയ്ത തെറ്റുകളുടെ പേരിൽ സ്വയം ശിക്ഷിക്കുന്നത് അവസാനിപ്പിക്കൂ. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. കഴിഞ്ഞുപോയ ഇന്നലെകളെ മാറ്റാൻ നിങ്ങൾക്കാവില്ല, എന്നാൽ വരാനിരിക്കുന്ന നാളെകളെ മനോഹരമായി മാറ്റിയെഴുതാൻ നിങ്ങളുടെ ഇന്നത്തെ ചിന്തകൾക്ക് സാധിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക. ഇതെന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന ചിന്തയെ പൂർണ്ണമായി ഉപേക്ഷിക്കുക. ഈ പ്രപഞ്ചത്തിൽ ജനിച്ച ഓരോ ജീവിക്കും അതിന്റേതായ ഒരു പ്രത്യേക കഴിവുണ്ട്. നിങ്ങളിലുള്ള ആ പ്രത്യേകത എന്താണെന്ന് തിരിച്ചറിയുക. മറ്റുള്ളവരുമായി നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഓരോരുത്തരുടെയും യാത്രയും സമയവും വ്യത്യസ്തമാണ്. നിങ്ങളുടെ സമയമെത്തുമ്പോൾ നിങ്ങളുടെ വിജയത്തിന്റെ പ്രകാശം ചുറ്റും പരക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ നല്ല കാര്യവും ചെയ്യുന്ന ഓരോ ചെറിയ നന്മയും പ്രപഞ്ചത്തിൽ ഒരു നല്ല തരംഗമായി പടരുകയാണ്. ആ തരംഗങ്ങൾ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകും. ഈ സത്യം മനസ്സിലാക്കി സമാധാനത്തോടും നിറഞ്ഞ പുഞ്ചിരിയോടും കൂടി നിങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. പ്രപഞ്ചത്തിന്റെ അളവറ്റ പിന്തുണയും സംരക്ഷണവും എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്.